ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എഗ്ഗ് ചേർത്ത് വറുത്തരച്ചൊരു കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ സവോളയും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ തക്കാളി, അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. എന്നിട്ട് സ്റ്റീം പോയതിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയാൽ മതിയാണ്. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ നേരം കൊണ്ട് നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കതിൽ തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞാനൊരു കപ്പ് ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് വേപ്പിലയും ഒരു 4 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരേക്ക് നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ കുക്കറിലുള്ള കറിയെല്ലാം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. അതൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. നന്നായി കുമ്പളങ്ങയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായി എല്ലാം കൂടെ ഒന്ന് ചേർത്തെടുക്കണം. ഇതൊന്ന് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എല്ലാ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ബോയിൽ ചെയ്തിട്ട് ഒരു 4 എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ചെറുതാക്കി സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഇതിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇനി ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ എഗ്ഗിലപ്പോൾ നന്നായി മസാലയെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറിയൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം നന്നായി പൊട്ടി വന്ന് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലോട്ട് കറി മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.